നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മോട്ടോർ വാഹന വകുപ്പ് വാഹനരേഖകൾ എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. വേങ്ങേരി ബൈപ്പാസ് ജംഗ്ഷൻ മേൽപ്പാലം പൂർത്തിയാക്കാത്തതിനെതിരെ CPM-ന്റെ പ്രതിഷേധം. കാടുകളിൽ യൂക്കാലിപ്റ്റസ് മരങ്ങൾ നട്ടുപിടിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ഗ്രീൻ മൂവ്മെന്റിന്റെ പ്രതിഷേധം. നയം കേരള ഗേൾസ് ബറ്റാലിയൻ NCC 9-10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ആനുവൽ ക്യാമ്പ് നടത്തി. കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മോട്ടോർ വാഹന വകുപ്പ് വാഹനരേഖകൾ എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ സംഘടനയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകർ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 1000-ഓളം പ്രവർത്തകർ RTO ഓഫീസ് മാർച്ചും ധർണയും നടത്തി. സേവനങ്ങൾക്ക് പണം അടച്ച് മാസങ്ങളായിട്ടും RC ബുക്ക്, പെർമിറ്റ് എന്നിവ ലഭിച്ചിട്ടില്ല. എത്രയും വേഗം വാഹനരേഖകൾ അപേക്ഷകന് ലഭ്യമാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എയർലൈൻസ് അസീസ് ഉദ്ഘാടനം ചെയ്തു. പന്നി പറയുന്ന പോലെ ഓരോ ദിവസവും വാഹനങ്ങൾ പെരുക്കുകയാണ് കേരളത്തിൽ. ഒരു വീട്ടിൽ 2-3 വാഹനങ്ങളില്ലാത്ത വീടുകളില്ല. പുതിയ വാഹനങ്ങൾ വാങ്ങി അതിന്റെ കടലാസുകൾ ലഭിക്കാതെ ആറ്റുനോട്ട് അമരിച്ചു വാങ്ങിയ വാഹനം വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. ഒരുപാട് വട്ടം ഈ അപരാധികൾ കേരളത്തിന്റെ പൊതുഗതാഗത വകുപ്പ് മന്ത്രി ഇവിടെ സംസാരിച്ചതാണ്. ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചതാണ്. ഒട്ടേറെ ആളുകൾക്ക് അവരുടെ അപേക്ഷയിൽ തീരുമാനമെടുക്കാതെ RC ബുക്കുകളും പെർമിറ്റുകളും ലൈസൻസുകളും ഒക്കെ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ഉറപ്പിക്കുകയാണ് ഗവൺമെന്റിലേക്ക് ഞങ്ങൾ അടച്ചിട്ടുള്ളത്. എല്ലാ വ്യാപാരവും വ്യവസായവും പോലെയല്ല യൂസ്ഡ് വാഹനങ്ങൾ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന പണം യഥാവധി ഗവൺമെന്റ് ഖജനാവിലേക്ക് എത്തിയാൽ മാത്രമേ ആ അപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുറുങ്ങോട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അബ്ദുള്ള വടകര, സത്താർ കാർസൂഖ്, ചെമ്പായി അഹമ്മദ് കുട്ടി, ചന്ദ്രൻ തുണ്ടിയിൽ, KK സലാം, TP അബ്ദുൽ സലാം, അസീസ് നരിക്കുനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേങ്ങേരി ബൈപ്പാസ് ജംഗ്ഷൻ മേൽപ്പാലം ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് CPM വേങ്ങേരി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. ദേശീയപാത ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം A. പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വേങ്ങേരി ബൈപ്പാസ് ജംഗ്ഷനിലെ മേൽപ്പാലം നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക, മണ്ണിടിഞ്ഞ് അടഞ്ഞ ഇറിഗേഷൻ കനാലിലെ തടസ്സങ്ങൾ നീക്കുക, സമീപത്തെ വീടുകൾ നേരിടുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM വേങ്ങേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേങ്ങേരി ദേശീയപാത കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം A. പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഉപരിതല ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി നിതിൻ ഗഡ്കരിയുമായി തന്നെ സംഭാഷണം ആരംഭിച്ചു. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്, ആ ചർച്ചയെ തുടർന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഭൂമി ഏറ്റെടുക്കലാണ്. അതിന്റെ പ്രതിബന്ധം നീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനാവശ്യമായ നടപടി സ്വീകരിക്കണം.
അത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ്. ആ ഭൂമി ഏറ്റെടുക്കലിന് തടസ്സങ്ങൾ ഉണ്ടാക്കാം എന്ന് കരുതിയാണ്, ചിന്തിച്ചാണ് ഇതിനെ വികസന വിരുദ്ധന്മാരൊക്കെ തന്നെ വെല്ലുവിളിയായി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വെല്ലുവിളി ഉയർത്തിയത്. പക്ഷെ ദേശീയപാതയ്ക്ക് വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ചു കൊടുത്തു. അത് എത്രയോ കാലമായത് പൂർത്തിയാക്കിയിട്ട് വർഷങ്ങളായി എന്ന് പറയാം. കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി അംഗം ഒ സദാശിവൻ അധ്യക്ഷനായി. PP നിഖിൽ, വിശ്വനാഥൻ, K കിഷോർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാടുകളിൽ യൂക്കാലിപ്റ്റസ് നട്ടുപിടിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ജൈവ വൈവിധ്യ ദിനത്തിൽ ഗ്രീൻ മൂവ്മെന്റിന്റെ പ്രതിഷേധം. പ്രവർത്തകർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. യൂക്കാലിപ്റ്റസ് നടാനുള്ള സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. കാടുകളിൽ യൂക്കാലിപ്സ് നടാനുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കുക, അധിനിവേശ സസ്യങ്ങളെയും പ്ലാന്റേഷനുകളെയും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളിലേക്കാണ് ജൈവ വൈവിധ്യ ദിനത്തിൽ ഗ്രീൻ മൂവ്മെന്റ് ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തിയത്. പ്രതിഷേധ പരിപാടി ഗ്രീൻ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് പൗരൻ ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ വേണിംഗിലേക്ക് മാറിക്കുന്നു. അതായത് തീ കത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ. കേരളത്തിൽ തന്നെ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് വരെ ആ ഗ്ലോബൽ വേണിംഗ് നമ്മൾ അനുഭവിച്ചത്. പാലക്കാടെല്ലാം 40°C കൂടുതൽ ചൂട് അനുഭവപ്പെട്ടു. കോഴിക്കോട് കുറവില്ലാത്ത രീതിയിലുള്ള ചൂട് അനുഭവപ്പെട്ടതാണ്. അപ്പോൾ കേരളത്തിൽ പോലും ഗ്ലോബൽ വേണിംഗ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം സംഘർഷം നമ്മുടെ വനങ്ങളിൽ ഉണ്ടായതായിട്ട് നമ്മൾ ബോധിപ്പിച്ചിരുന്നു. ആനയും മൃഗങ്ങളും ഉൾപ്പെടെയുള്ളവർ കാട്ടിൽ നിന്ന് നാട്ടിൽ കയറുന്നു. മനുഷ്യരും അവരുമായിട്ട് സംഘർഷം ഉണ്ടാകുന്നു. മനുഷ്യരെ ആന അല്ലെങ്കിൽ മൃഗങ്ങൾ കൊല്ലുന്നു. അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങൾക്കെതിരെ ഉള്ള ഒരു ഡ്രൈവ് മനസ്സാക്കി മനുഷ്യരെ ഉണ്ടാവുകയും മൃഗങ്ങൾ നമ്മുടെ ശത്രുക്കളായിട്ട് കണക്കാക്കുകയും. ജില്ലാ പ്രസിഡന്റ് ശബരി മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PV രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെസ്റ്റ് ഹിൽ ആസ്ഥാനമായുള്ള 9 കേരള ഗേൾസ് ബറ്റാലിയൻ NCC 9-10 ക്ലാസുകളിലെ വിദ്യാർത്ഥിനികൾക്കായി ആനുവൽ ക്യാമ്പ് നടത്തി. കമാൻഡിംഗ് ഓഫീസർ കേണൽ R വെങ്കിടേശൻ നേതൃത്വം നൽകി. വെസ്റ്റ് ഹിൽ NCCയിലാണ് ക്യാമ്പ് നടന്നത്. കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ നിന്നുള്ള 400ഓളം വിദ്യാർത്ഥിനികൾക്കായാണ് ക്യാമ്പ് നടത്തിയത്. 10 ദിവസം നീളുന്ന ക്യാമ്പിന് കമാൻഡിംഗ് ഓഫീസർ കേണൽ വെങ്കിടേശൻ R നേതൃത്വം നൽകി. യുദ്ധഭൂമിയിലെ പട്ടാളക്കാരുടെ പരിശീലന മുറകളായ ഫീൽഡ് ക്രാഫ്റ്റ്, ബാറ്റിൽ ക്രാഫ്റ്റ് എന്നിവയുടെ പരിശീലനവും പ്രദർശനവും NCCയുടെ ആദ്യ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് നവ്യാനുഭവമായിരുന്നു. അതിരാവിലെ ആരംഭിക്കുന്ന ക്യാമ്പിലെ പ്രധാന പരിശീലന ഇനങ്ങളായ ഫയറിംഗ് റേഞ്ച്, ഡ്രിൽ, ഫിസിക്കൽ ട്രെയിനിംഗ് എന്നിവയിൽ നിന്നും മിടുക്കരായ കേഡറ്റുകളെ തിരഞ്ഞെടുത്ത് നിരവധി ക്യാമ്പുകളിൽ പരിശീലിപ്പിച്ച് ഡൽഹിയിലെ ഫയറിംഗ് കോമ്പറ്റീഷനിലേക്കും റിപ്പബ്ലിക് ദിന പരേഡിലേക്കും പങ്കെടുപ്പിക്കും. Subject, all such things will be taught here. This camp is for 10 days. Cadets from Wayanad, Kannur, Palakkad and nearby districts, they are attending here. So almost 400 cadets are here. So they will be doing all kind of training, including firing also. The participation in the camp is more important for a cadet because to appear in examination they have to attend one camp. So this is mandatory for them. കേഡറ്റുകൾക്ക് ക്യാമ്പിന് ശേഷം നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ വഴി വിവിധ മത്സര പരീക്ഷകൾക്ക് ഗ്രേസ് മാർക്കും ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. സൂര്യനും ചന്ദ്രനും കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. റഫി ആരാധകരുടെ മനം കവർന്ന് ഗായകൻ അഷറഫ് കോഴിക്കോട്. 12 മണിക്കൂർ 125 റഫി ഗാനങ്ങൾ ആലപിച്ച് കയ്യടി നേടിയ അഷറഫ് തന്റെ തന്നെ റെക്കോർഡും തിരുത്തി. റഫി ലവേഴ്സ് മ്യൂസിക് അസോസിയേഷനാണ് യാദോം കി ബരാത്ത് സംഘടിപ്പിച്ചത്. പാട്ടുകാരൻ മുഹമ്മദ് റാഫിയുടെ 125 പാട്ടുകൾ ആസ്വാദകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. മുഹമ്മദ് റാഫിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് റാഫി ലവേഴ്സ് മ്യൂസിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാദോം കി ബാരത്ത് സംഗീത പരിപാടി സംഘടിപ്പിച്ചു. റാഫി ആരാധകനായ അഷ്റഫ് കോഴിക്കോട് 125 റാഫി പാട്ടുകൾ 12 മണിക്കൂർ കൊണ്ട് ആലപിച്ചു. 94 കരോക്കെ പാട്ടുകളും 31 ഓർക്കസ്ട്ര പാട്ടുകളുമാണ് പാടിയത്. പച്ചക്കറി മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിയായ അഷ്റഫ് 2022 100 റാഫി ഗാനങ്ങൾ ആലപിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. റാഫി ലവേഴ്സ് മ്യൂസിക് അസോസിയേഷൻ ചെയർമാൻ TPM ഹാഷിർ അലി, സെക്രട്ടറി ചന്ദ്രഹാസൻ, PT സുബൈർ, R ജയന്ത്കുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ STU സംസ്ഥാന സമ്മേളനം ബേപ്പൂരിൽ നടന്നു. STU സംസ്ഥാന പ്രസിഡന്റ് M റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ നിരവധി പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിച്ചു. കേരള സ്റ്റേറ്റ് സ്വതന്ത്ര കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം STU സംസ്ഥാന പ്രസിഡന്റ് M റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭരണഘടനയിൽ STUവിൻ്റെ ഭരണഘടനയിൽ നമ്മൾ മനഃപൂർവ്വം എഴുതി വെച്ചൊരു കാര്യം, നമ്മുടെ സംഘടനയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം നേതൃനിരയിൽ ഉറപ്പാക്കണം. യാതൊക്കെ സ്ത്രീകളെ കൊണ്ടുവരും, പക്ഷേ സംസ്ഥാന പ്രസിഡന്റോ ജില്ലാ പ്രസിഡന്റോ ആക്കണമെന്ന് ആലോചിച്ചാൽ അള്ളാന്റെ അനുഗ്രഹത്താൽ ഒരാളും സംഭവിക്കാൻ പോകുന്നില്ല. അതിപ്പോൾ എങ്ങനെ അവരാക്കുക എന്നുള്ള തോന്നലാണ് പലർക്കും ഉണ്ടാകുന്നത്. ഈ സംഘടനയുടെ പ്രത്യേകത ഞാൻ കാണുന്നത്, ഇത്രയേറെ സ്ത്രീകൾ ഭാരവാഹികളായിട്ടുള്ള ഒരു ഫെഡറേഷൻ ഇല്ല എന്നതാണ്. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഇബ്രാഹിം മണിയനൊടി അധ്യക്ഷത വഹിച്ചു. STU സംസ്ഥാന ജനറൽ സെക്രട്ടറി U പോക്കർ, യൂണിയൻ ജനറൽ സെക്രട്ടറി KC ഹനീഫ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഷ്റഫ് ഉണ്ണിയാൽ, TK ഇല്യാസ്, ഷീജ ആശാൻപടി, അസീസ് കോഴിക്കോട്, നഫീസത്ത് പൂമടം, സുലൈഖ മഞ്ചേരി, ഫൗസിയ വയനാട്, സെക്രട്ടറിമാരായ സുലൈഖ മലപ്പുറം, സിദ്ദീഖ് മഞ്ചേരി, CK നിസാമുദ്ദീൻ, റംല കുറ്റിക്കാട്ടൂർ, സക്കീന മാട്ടുമ്മൽ, STU ജില്ലാ ജനറൽ സെക്രട്ടറി NKC ബഷീർ, KP മുഹമ്മദ്, ഏലമ്പ്ര ബാപ്പുട്ടി, AT അബു, CK നാസർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിലകൻ അനുസ്മരണ സമിതിയുടെ സംസ്ഥാന ഏകാഭിനയ പ്രതിഭാ പുരസ്കാരം M ഉത്തരയ്ക്ക് സമ്മാനിച്ചു. ചടങ്ങ് നടൻ വിനോദ് കോവൂർ ഉദ്ഘാടനം ചെയ്തു. സിനിമാ നാടക പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു. തിലകൻ അനുസ്മരണ സമിതിയുടെ സംസ്ഥാന ഏകാഭിനയ പ്രതിഭാ പുരസ്കാരം M ഉത്തരയ്ക്ക് നടന്മാരായ വിനോദ് കോവൂർ, വിജയൻ കാരന്തൂർ, ജയരാജൻ കോഴിക്കോട് എന്നിവർ സമ്മാനിച്ചു. തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ആളുകൾ ഈ ഒരു ചെറിയ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് തിലകൻ ചേട്ടനോടുള്ള ഇഷ്ടവും ബഹുമാനവും ആരാധനയും ഒക്കെ കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനൊരു മത്സരം നടത്തണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് ഞാനാണ്. നമ്മളിങ്ങനെ വെറുതെ മീറ്റിംഗ് കൂടി പിരിഞ്ഞാൽ പോരാ. തിലകൻ ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് ഒരു പുരസ്കാരം എല്ലാ വർഷവും ഒരു
അഭിനേതാവിന് അല്ലെങ്കിൽ ഒരു അഭിനേത്രിക്ക് നൽകണം എന്ന് ഞാനൊരു മീറ്റിങ്ങിൽ പറയുകയുണ്ടായി. അങ്ങനെയാണ് ഒരു ഏകാഭിനയ മത്സരം നടത്താം എന്നുള്ള തീരുമാനം വന്നത്. അതിൽ ഒത്തിരി പേര് പങ്കെടുത്തു. കുറേ പേര് നമുക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. അതിൽ നല്ല സ്ക്രിപ്റ്റുകൾ മാത്രം എടുത്ത് ബാക്കിയുള്ളവർക്ക് പെർഫോം ചെയ്യാൻ പറഞ്ഞു. അതിലാണ് നമ്മുടെ ഉത്തര ഏറ്റവും മനോഹരമായ പ്രകടനം കാഴ്ചവെച്ച് ഏകാഭിനയ പ്രതിഭ ആയിട്ട് മാറിയത്. സംസ്ഥാന പ്രസിഡന്റ് ജഗത്മയൻ ചന്ദ്രപുരി അധ്യക്ഷനായിരുന്നു. നടി VP അനുപമ, M രാജൻ, സ്റ്റെർവിൻ ഡിക്രൂസ്, സിന്ധു സൈമൺ, കമലാക്ഷൻ മാവില, വീണ ഗോപാലൻ കൊട്ടാരക്കര, ഷെറീന പാലോട്, രാധാകൃഷ്ണൻ പൂവത്തിങ്കൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാടും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പറമ്പിൽ ബസാർ മധുരം അയൽപക്കവേദി 6ാം വാർഷികാഘോഷവും കുടുംബസംഗമവും നടത്തി. മധുരം രക്ഷാധികാരി TV ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. മധുരം അയൽപക്കവേദി 6ാം വാർഷികാഘോഷവും കുടുംബസംഗമവും പറമ്പിൽ AMLP സ്കൂളിൽ നടന്നു. മധുരം രക്ഷാധികാരി TV ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. രക്ഷയില്ലാതെ വരുന്ന ഒരവസ്ഥാവിശേഷം ഈ സാംസ്കാരിക കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് ഔന്നത്യങ്ങളിലെത്തിയ വലിയ പ്രസിഡന്റ് മോവിളാരി മഞ്ജുള അധ്യക്ഷയായിരുന്നു. ജോയിന്റ് സെക്രട്ടറി RK ഇരവിൽ ആമുഖ പ്രസംഗം നടത്തി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷൈജു കിഴക്കിൽ സ്വാഗതം പറഞ്ഞു. മധുരം സെക്രട്ടറി PT ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരിത കുന്നത്ത്, കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻഷ്യൽ അസോസിയേഷൻ ചേവായൂർ മേഖലാ പ്രസിഡന്റ് PH താഹ എന്നിവർ മുഖ്യാതിഥികളായി. കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം E രാമൻ, മധുരം ജോയിന്റ് സെക്രട്ടറി NM കേശവൻ മാസ്റ്റർ, ഭരണസമിതി അംഗം ചന്ദ്രൻ ഇടപ്പത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ മാസ്റ്റർ വാർഷിക പ്രവർത്തന രൂപരേഖയും ട്രഷറർ നിഷ കോതങ്ങാട്ട് പ്രമേയവും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് റഫീഖ് പറമ്പിൽ നന്ദി രേഖപ്പെടുത്തി. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച അയൽപക്കവേദി അംഗങ്ങളെ അനുമോദിച്ചു. ആയിഷ റിയ MP 2020 ഫാത്തിമ. അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരക്കിണർ യൂണിറ്റ് പൊതുയോഗം ചേർന്നു. ജില്ലാ പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരക്കിണർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. വളർന്നു വലുതായി സംഘടനയ്ക്ക് ആസ്ഥാനമായി മന്ദിരങ്ങളായി പണമായി പ്രസ്ഥാനമായി അണികളായി എല്ലാമായി കഴിഞ്ഞു. ഇപ്പോൾ സംഘടനയ്ക്ക് രണ്ടാമതും പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞൊരു 10 വർഷക്കാലമായിട്ട് സംഘടന ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വാടക കുടിയാൻ പ്രശ്നമായാലും ഫുഡ് സേഫ്റ്റി നിയമമായാലും ലൈസൻസ് ഫീസിന്റെ കാരണങ്ങളായാലും അങ്ങനെ എന്തുവേണ്ട നിയമക്കുരുക്കുകളിൽ അകപ്പെട്ടുകൊണ്ട് വ്യാപാരികൾ മനംമടുത്ത് കച്ചവടം ഉപേക്ഷിച്ചു പോകുന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ സംഘടനാ പ്രവർത്തനം ഊർജിതപ്പെടുത്തേണ്ടതും സംഘടനാ ശക്തി വളർത്തേണ്ടതും ആയ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് പാലംതൊടി മണി അധ്യക്ഷത വഹിച്ചു. ബേപ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് OP രാജൻ,
മണ്ഡലം ട്രഷറർ അജ്മൽ, യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഷിദ് അരീക്കാട്, മുഹമ്മദ് അസ്ലഫ് സ്വാഗതവും അബ്ദുൽ ഹാബിദ് നന്ദിയും പറഞ്ഞു. മണിപ്പാലം തൊടി പ്രസിഡന്റായും റിനീഷ് MP ജനറൽ സെക്രട്ടറി, VP മോഹനൻ ട്രഷറർ എന്നിവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ 18 വയസ്സ് കഴിഞ്ഞവർക്കായി നൃത്തം, സംഗീതം, അഭിനയം എന്നീ ഇനങ്ങളിൽ 3 വിഭാഗങ്ങളിലായി ജില്ലാ സംസ്ഥാന സർഗോത്സവം സംഘടിപ്പിക്കുന്നു. ജില്ലാ സർഗോത്സവം ജൂൺ 8, 9 തീയതികളിൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ 3 വേദികളിലായി നടത്തുമെന്ന് നന്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നീ പാടും 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ 1ാം വിഭാഗവും 36 മുതൽ 60 വയസ്സ് വരെ 2ാം വിഭാഗവും 61 വയസ്സ് മുതൽ 3ാം വിഭാഗവുമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായാണ് നന്മയുടെ നേതൃത്വത്തിൽ സർഗോത്സവം സംഘടിപ്പിക്കുന്നത്. നൃത്ത ഇനത്തിലും സംഗീത വിഭാഗത്തിലും അഭിനയ വിഭാഗത്തിലും വ്യക്തിഗത ഗ്രൂപ്പ് മത്സരങ്ങളുണ്ട്. രചനാ വിഭാഗത്തിലും മത്സരങ്ങൾ നടത്തും. ജില്ലയിൽ നിന്ന് 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുന്നവർക്കായിരിക്കും സംസ്ഥാന സർഗോത്സവത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത. കോഴിക്കോട് ജില്ലാ കലോത്സവം ജൂൺ 8, 9 തീയതികളിൽ നളന്ദ ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഒരാൾക്ക് 3 വ്യക്തിഗത ഇനങ്ങളിലും 2 ഗ്രൂപ്പ് ഇനങ്ങളിലും മത്സരിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9946227887 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകരായ വിൽസൺ സാമുവൽ, ഷിബു മുത്താട്ട്, സുനിൽകുമാർ ചക്കിട്ടക്കണ്ടി തുടങ്ങിയവർ അറിയിച്ചു. 18 വയസ്സിന് ശേഷമുള്ള അതൊക്കെ ബാലകന കുട്ടികൾ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് മത്സരം നടത്തിയെങ്കിൽ ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നത് 18 വയസ്സിന് ശേഷമുള്ള 18 വയസ്സ് തുടങ്ങി 35 വയസ്സ് വരെയും 36 തുടങ്ങി 60 വയസ്സ് വരെയും 61 മുതൽ എത്രയാണ് ആയുസ് അതുവരെയുള്ള ആളുകളെ പങ്കെടുക്കുന്നത് കലാമത്സരങ്ങൾ നടത്തുക, അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോട്ടോർ വാഹന വകുപ്പ് വാഹനരേഖകൾ എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. വേങ്ങേരി ബൈപ്പാസ് ജംഗ്ഷൻ മേൽപ്പാലം പൂർത്തിയാക്കാത്തതിനെതിരെ CPM-ന്റെ പ്രതിഷേധം. കാടുകളിൽ യൂക്കാലിപ്റ്റസ് മരങ്ങൾ നട്ടുപിടിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ഗ്രീൻ മൂവ്മെന്റിന്റെ പ്രതിഷേധം. നയൻ കേരള ഗേൾസ് ബറ്റാലിയൻ NCC 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ആനുവൽ ക്യാമ്പ് നടത്തി. കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.